Hello students, welcome to lesson 5.17 on the subject on the topic factoring in financial services in our subject Indian financial system. ഫാക്ടറിങ് ഏതെല്ലാം തരത്തിലാണ് ഉള്ളതെന്ന് നോക്കുമ്പോൾ പല രീതിയിലുള്ള ഫാക്ടറിങ് നമ്മൾ കാണുന്നുണ്ട്. പല കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് പൊതുവെ ഫാക്ടറിങ്ങിന്റെ ടൈപ്സ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഒന്ന് രണ്ടെണ്ണം നമ്മൾ വിത്ത് റിക്കോഴ്സും വിത്തൗട്ട് റിക്കോഴ്സും നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനുകളിൽ സംസാരിച്ചു പോവുകയുണ്ടായി. ഈ ക്ലാസ്സിൽ ഏതെല്ലാം ടൈപ്സ് ഓഫ് ഫാക്ടറിങ് ആണ് പൊതുവെ കാണപ്പെടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് ഫുൾ സർവീസ് ഫാക്ടറിങ്, അതായത് വിത്തൗട്ട് റിക്കോഴ്സ് ഫാക്ടറിങ് എന്ന പേരിലും അറിയപ്പെടുന്ന ഫുൾ സർവീസ് ഫാക്ടറിങ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ വിത്തൗട്ട് റിക്കോഴ്സ് എന്ന് പറഞ്ഞത് റിക്കോഴ്സ് പരിഹാരമാണ്. വിത്തൗട്ട് റിക്കോഴ്സ് എന്ന് പറഞ്ഞാൽ പരിഹാരമില്ലാത്ത ഫാക്ടറിങ് ആണ്. അതായത് ഫാക്ടർ ബാഡ് ഡെറ്റ്സ് എല്ലാം, ഫാക്ടർ അക്കൗണ്ട്സ് റിസീവബിൾസ് എല്ലാം വാങ്ങുന്നു സെല്ലറുടെ കയ്യിൽ നിന്ന്. ബയറുടെ അടുത്ത് പേയ്മെന്റ് ചെല്ലുമ്പോൾ ബയർ പേയ്മെന്റ് തരുന്നില്ല, ബയർ ഡിഫോൾട്ടറായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഫാക്ടർക്ക് സെല്ലറുടെ അടുത്ത് ചെന്നിട്ട് പരിഹാരത്തിന് ചോദിക്കാനുള്ള അവകാശം ഇല്ല. അക്കൗണ്ട്സ് റിസീവബിൾസ് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിസ്കും, മറ്റ് പരിഹാര മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ബയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഫാക്ടറുടേതാണ്. ഇത് ഫുൾ സർവീസ് ആണ്. യാതൊരു തരത്തിലുള്ള പരിഹാര മാർഗങ്ങളും ബയർ പണം കൊടുത്തില്ലെങ്കിൽ ഫാക്ടർക്ക് ലഭ്യമല്ല സെല്ലറുടെ കയ്യിൽ നിന്ന്. സെല്ലറുടെ കയ്യിലേക്ക് എനിക്ക് പണം കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് അക്കൗണ്ട്സ് റിസീവബിളിന്റെ കണക്കുമായിട്ട് ഫാക്ടർക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. ഇതാണ് ഫുൾ സർവീസ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള, സാമ്പ്രദായികമായിട്ട് ഫാക്ടറിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇതൊരു കണ്ടിന്യൂസ് റിലേഷൻഷിപ്പിന്റെ രൂപത്തിലാണ് തുടർച്ചയായിട്ട് ഉള്ള ബിസിനസ് ട്രാൻസാക്ഷനുകൾക്ക് ഇത് അപ്ലൈ ചെയ്യപ്പെടുന്നു. ഫാക്ടർ എല്ലാ ട്രേഡേഴ്സും ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അക്കൗണ്ട്സ് റിസീവബിൾസും ഫാക്ടർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. 10-15 കൺസൈൻമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് കൺസൈൻമെന്റ്സ് പോകുന്നുണ്ടായിരിക്കും. എല്ലാ കൺസൈൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവോയ്സസും ഫാക്ടറുടെ കയ്യിലാണ്. ഫാക്ടറാണ് കംപ്ലീറ്റ് റിസീവബിൾസും വാങ്ങിക്കാനുള്ള അഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ബാഡ് ഡെറ്റ് വന്നാൽ പോലും ഫാക്ടർക്ക് അതുമായി ബന്ധപ്പെട്ട് സെല്ലറുടെ അടുത്ത് ഒരു പരാതിയുമായി ചെന്ന് പരിഹാരത്തിന് ആവശ്യപ്പെടാൻ സാധിക്കുകയില്ല. ഫാക്ടർ ഫണ്ട്സ് കൊടുക്കുന്നു സെല്ലർക്ക്, റിസീവബിൾസിന്റെ സർട്ടൻ പെർസെന്റേജ്, ഫേസ് വാല്യൂന്റെ സർട്ടൻ പെർസെന്റേജ് ആയിട്ട് ഫണ്ട്സ് കൊടുക്കുന്നു. ഡെറ്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, അതായത് ഡെറ്റ്സ് കിട്ടാനുള്ളതിന്റെ കണക്കുകളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കുന്നു. ടൈം ആകുമ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നു. കുറച്ച് ക്രെഡിറ്റിലായിരിക്കും ടേം സെയിൽസ് നടക്കുക, ഇമ്മീഡിയറ്റ് സെയിൽസ് ആയിരിക്കില്ല, ഇമ്മീഡിയറ്റ് ഫണ്ട്സ് ആയിരിക്കില്ല. അപ്പൊ ടൈം ആകുമ്പോൾ ആ ഫണ്ട്സ് എല്ലാം കളക്ട് ചെയ്യാൻ, ഡെറ്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ ഫാക്ടർ വേണ്ട നടപടികൾ എടുക്കുന്നു. ഏതെങ്കിലും ഒരു ഡെറ്റ് ഡ്യൂ ആയിട്ടും കിട്ടാതെ വരികയാണെങ്കിൽ, ബാഡ് ഡെറ്റ് ആവുകയാണെങ്കിൽ ആ റിസ്ക്കും ഫാക്ടർ ബെയർ ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ട് ഫാക്ടറുടേതായ ഫീസ്, ഫിനാൻസ് ചാർജസ് കിട്ടുന്നു. ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ദ അക്കൗണ്ട്സ് റിസീവബിൾസ് ആണ് ഫീ ആയിട്ട് കിട്ടുന്നതാണ് ട്രഡീഷണൽ വിത്തൗട്ട് റിക്കോഴ്സ് ഫുൾ സർവീസ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. അടുത്തത് വിത്ത് റീകോഴ്സ് ഫാക്ടറിങ്. അപ്പൊ വിത്തൗട്ട് റീകോഴ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വിത്ത് റീകോഴ്സ് ഉണ്ടാകും. വിത്ത് റീകോഴ്സിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫാക്ടർക്ക് പേയ്മെന്റ് കിട്ടാത്ത സാഹചര്യം, ബയറുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഫാക്ടർക്ക് നേരെ സെല്ലറുടെ അടുത്ത് ചെല്ലാൻ സാധിക്കുന്നു. ഫാക്ടറുടെ ഉത്തരവാദിത്തം ഫണ്ട് കൊടുക്കുക, സർട്ടൻ പെർസെന്റേജ് ഓഫ് ദ ബാഡ് ഡെറ്റ്സിന്, സർട്ടൻ പെർസെന്റേജ് ഓഫ് ദ അക്കൗണ്ട്സ് റിസീവബിൾസിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് വാങ്ങിക്കുന്ന സമയത്ത്, അക്കൗണ്ട്സ് റിസീവബിൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നു. ടൈം ആകുമ്പോൾ കളക്ട് ചെയ്യുന്നു. കിട്ടുന്ന പണമെല്ലാം സെയിൽസ് ലെഡ്ജറിൽ വരവേൽക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടറുടെ റെസ്പോൺസിബിലിറ്റി. ബാഡ് ഡെറ്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഫാക്ടർക്കില്ല. ബാഡ് ഡെറ്റ് വന്നു കഴിഞ്ഞാൽ ഫാക്ടർ എന്ത് ചെയ്യും? നേരെ ആ ബാഡ് ഡെറ്റ് എമൗണ്ടുമായിട്ട് ചെന്ന് സെല്ലറുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് പറയും, എനിക്ക് ഇത്ര എമൗണ്ട് ബാഡ് ഡെറ്റ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ബയർ അത് തരാൻ കൂട്ടാക്കുന്നില്ല, ആ പണം എനിക്ക് തരണം എന്ന് പറയുമ്പോൾ സെല്ലർ ആ പണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് ഫാക്ടർക്ക് സെല്ലറുടെ കയ്യിലേക്ക് ബയറുടെ കയ്യിൽ നിന്നും കിട്ടാത്ത ബിൽസ് അല്ലെങ്കിൽ എമൗണ്ട്സ് തിരിച്ച് സെല്ലർക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്. സെല്ലറുടെ കയ്യിൽ നിന്നാണല്ലോ ഫാക്ടർ ഇതെല്ലാം പർച്ചേസ് ചെയ്തത്. ഈ അക്കൗണ്ട്സ് റിസീവബിൾസ് എല്ലാം സെല്ലറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഫാക്ടർക്ക് ഏതെങ്കിലും അക്കൗണ്ട്സ് റിസീവബിൾ കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ ആ അക്കൗണ്ട്സ് റിസീവബിൾസ് എല്ലാം, ആ കടങ്ങളെല്ലാം തിരിച്ച് സെല്ലർക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ ഒരു പർട്ടിക്കുലർ പീരീഡ് നോക്കും. ഡ്യൂ
ഡേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഡ്യൂ ഡേറ്റ് 1 മാസം അല്ലെങ്കിൽ 3 മാസമാണെങ്കിൽ ആ ഡ്യൂ ഡേറ്റും കഴിഞ്ഞ് ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഡേയ്സ് ഓഫ് ഗ്രേസും എല്ലാം കൂടെ ചേർത്ത് ഫാക്ടർ വെയിറ്റ് ചെയ്യുന്നു പണം കിട്ടുമെന്നറിയാം. പണം കിട്ടുന്നില്ല. ഉടനെ ഫാക്ടർ എന്ത് ചെയ്യുന്നു? സെല്ലർ, അതായത് ക്ലയന്റിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച ആ അക്കൗണ്ട്സ് റിസീവബിൾസ്, ഏതിനാണോ പണം കിട്ടാത്തത്, ഏതിനാണോ ബയറുടെ കയ്യിൽ നിന്നും പണം കിട്ടാത്തത്, അതെല്ലാം തിരിച്ച് സെല്ലർക്ക് വാങ്ങിയ കാശിന് തിരികെ നൽകുന്നു. സെല്ലർക്ക് വാങ്ങിയ കാശിന് തന്നെ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ ഇതാണ് ഫാക്ടർ ഹാസ് ദ റൈറ്റ് ടു സെൽ ഡെറ്റ് പർച്ചേസ്ഡ് ഫ്രം ദ സെല്ലർ ബാക്ക് ടു ദ സെല്ലർ ഫോർ ദ എമൗണ്ട് പെയ്ഡ് ടു ദ ഫാക്ടർ. ഫാക്ടർ ഒരു 10% കിഴിച്ചായിരിക്കും ഈ ബിൽസ്, ഈ അക്കൗണ്ട്സ് റിസീവബിൾസ് വാങ്ങിയിട്ടുണ്ടാകും. ആ കാശിന് തന്നെ തിരിച്ച് ഈ അക്കൗണ്ട്സ് റിസീവബിൾസ് സെല്ലർക്ക് കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട്സ് റിസീവബിളും വെച്ചോ, എനിക്ക് എൻ്റെ കാശ് കിട്ടണം. കാരണം നിങ്ങൾ ഗുഡ്സ് വിറ്റ ബയർക്ക് അത് തിരിച്ചു തരാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്ന കാശ്, ഞാൻ നിങ്ങൾക്ക് പണം തന്നിട്ടാണല്ലോ ഈ അക്കൗണ്ട്സ് റിസീവബിൾ വാങ്ങിയിരിക്കുന്നത്. ആ അക്കൗണ്ട്സ് റിസീവബിൾ നിങ്ങൾക്ക് ഇതാ തിരിച്ചു വിൽക്കുന്നു. എനിക്ക് എൻ്റെ പണം തിരിച്ചു തരിക, ഞാൻ നിങ്ങൾക്ക് തന്ന പണം എനിക്ക് തിരിച്ചു തരിക. അപ്പൊ ഇതിനാണ് നമ്മൾ വിത്ത് റീകോഴ്സ് ഫാക്ടറിംഗ്. അതായത് പ്രശ്നമുണ്ടെങ്കിൽ, ബാഡ് ഡെറ്റ് ആണ് ഇവിടുത്തെ പ്രശ്നം. ബാഡ് ഡെറ്റ് പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം റീകോഴ്സ്, നമുക്ക് സെല്ലറുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള അവകാശം ഫാക്ടറിനുണ്ട്. ഇനി ഫാക്ടർ ഏതെങ്കിലും രീതിയിൽ ഒരു സെല്ലറുടെ ബുക്ക് ഡെറ്റ്സ് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു കൺസൈൻമെന്റ് പോയിട്ടില്ല, കൺസൈൻമെന്റ് പോകാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അത് കൂടാതെ തന്നെ കുറച്ച് അക്കൗണ്ട്സ് റിസീവബിൾസ് ഒരു സെല്ലറുടെ കൈവശമുണ്ട്. അപ്പൊ ഈ സെല്ലറുടെ കൈവശമുള്ള അക്കൗണ്ട്സ് റിസീവബിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫാക്ടർ കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡ്യൂ ആകാനുള്ള ഡേറ്റ് വരുന്നേ ഉള്ളൂ, അക്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള അവകാശവും ഫാക്ടർക്കുണ്ട്. എപ്പോൾ ഗുഡ്സ് വാങ്ങിച്ച ആൾ, പണം കൊടുക്കാനുള്ള ആൾ കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ അഡ്വാൻസ് ചെയ്ത പൈസ ഫാക്ടർക്ക് തിരിച്ചു കിട്ടാനുള്ള അവകാശമുണ്ട്. കാരണം വിത്ത് റീകോഴ്സ് ആണ്, പരിഹാരം ഉള്ള കേസാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞത് ബയർ പണം കൊടുക്കുന്നില്ല, ഗുഡ്സ് വാങ്ങിച്ച ബയർ സെല്ലർക്ക് പണം കൊടുക്കുന്നില്ല. അപ്പൊ പ്രശ്നത്തിലാകുന്നത് ആരാണ്? പ്രശ്നത്തിലാകുന്നത് ഫാക്ടറാണ്. വിത്ത് റീകോഴ്സ് ആകുമ്പോൾ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ? വിത്ത് റീകോഴ്സ് ആകുമ്പോൾ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. എന്താണ് ആ പരിഹാരം? ഫാക്ടറിന് പണം തിരിച്ചു കൊടുക്കണം. ഫാക്ടർ അഡ്വാൻസ് ചെയ്ത പണം തിരിച്ചു കൊടുക്കണം. ഫാക്ടർ കൊടുത്ത പണം, ഫാക്ടർ വാങ്ങിച്ചതാണെങ്കിൽ, ഡെറ്റ്സ് വാങ്ങിച്ചതാണെങ്കിൽ ആ ഡെറ്റ്സ് തിരിച്ച് വിൽക്കാനുള്ള അവകാശം, ബയർ സെല്ലർ റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് മറക്കരുത്. ആ പണം തിരിച്ച്, ആ ബിൽസ് തിരിച്ച് വിൽക്കാനുള്ള അവകാശം ഫാക്ടർക്ക് ഉണ്ട്. ഇനി ബയർ സെല്ലർ റിലേഷൻഷിപ്പ് അല്ലാതെ ഫാക്ടർ കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബയർ സെല്ലർ റിലേഷൻഷിപ്പ് അല്ല, വാങ്ങിച്ചിട്ടില്ല, കുറച്ച് പണം ഒരു കൈവായ്പയായിട്ട് സെല്ലർക്ക് ഫാക്ടർ കൊടുത്തിട്ടുണ്ട്. ഫാക്ടറുടെ നോക്കുമ്പോൾ സെല്ലറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ 10 ലക്ഷം രൂപ കിട്ടാക്കടമല്ല, കിട്ടാനുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ബേസിസിൽ ബയർ സെല്ലർ റിലേഷൻഷിപ്പ് ഇല്ലാതെ തന്നെ കുറച്ച് പണം അഡ്വാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിത്ത് റീകോഴ്സ് ഫാക്ടറിംഗ് ആണെങ്കിൽ ആ എമൗണ്ട്സ് തിരിച്ച് കിട്ടില്ലെങ്കിൽ, അതായത് ബയറുടെ കയ്യിൽ നിന്ന് ആ എമൗണ്ട്സ് കിട്ടില്ലെങ്കിൽ ഫാക്ടർക്ക് ആ എമൗണ്ട്, അഡ്വാൻസ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ള ഒരു അവകാശമുണ്ട്. എപ്പോൾ? ബയർ ഈ പറയുന്ന പേയ്മെന്റ്സ് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ. ഇതാണ് നമ്മൾ വിത്ത് റീകോഴ്സ് എന്ന് പറയുന്നത്. വിത്ത് റീകോഴ്സ് അക്കൗണ്ട്സ് റിസീവബിൾ സെയിൽ ചെയ്ത സാഹചര്യത്തിൽ അക്കൗണ്ട്സ് റിസീവബിൾസുമായി ബന്ധപ്പെട്ട ബിൽസ് ബയർ പേയ്മെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ വരാം. ഒന്ന്, അവിടെ ബയർ സെല്ലർ റിലേഷൻഷിപ്പാണ് ഫാക്ടറിംഗ് ആയിട്ടും തമ്മിൽ. രണ്ടാമത്തേത്, സെല്ലറുടെ ബുക്സിലുള്ള കുറെ കാശ് ഫാക്ടറുടെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അതിന്റെ ഈടിന്മേൽ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫാക്ടർ കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. സെല്ലറുടെ ബുക്സിൽ കുറച്ച് ഡ്യൂ എമൗണ്ട്സ് കാണുന്നുണ്ട്. ആ ഡ്യൂ എമൗണ്ട്സ്, 10 ലക്ഷം രൂപയുടെ ഡ്യൂ എമൗണ്ട്സ് കാണുന്നുണ്ട്. ഫാക്ടർ പറയാണ്, ശരി, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അത് വാങ്ങുന്നില്ല, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാനൊരു 8 ലക്ഷം രൂപ തരാം, അത് കിട്ടുമ്പോൾ എനിക്ക് തരണം എന്ന് പറയും. കിട്ടൽ അവിടെ നടക്കുന്നില്ല. കാരണം ബയർക്ക് കൊടുക്കാൻ കാശില്ല സെല്ലർക്ക്. ഫാക്ടർ ആണെങ്കിൽ ഈ 8 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപയുടെ ബിൽസ് റിസീവബിൾസ് ബുക്കിൽ കണ്ടപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് 8 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. ഈ 10 ലക്ഷം രൂപ തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ ഫാക്ടറിന് ഈ അഡ്വാൻസ് ചെയ്ത് കൊടുത്ത തുക തിരിച്ചു കിട്ടാനുള്ള അവകാശമുണ്ട്. ഇതാണ് വിത്ത് റീകോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് മച്യൂരിറ്റി ഫാക്ടർ. മച്യൂരിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാക്ടർ നിങ്ങൾ ഗുഡ്സ് അയച്ചു, ബിൽസ് റെഡിയായി, ബിൽസ് കിട്ടുന്ന ഉടനെ തന്നെ ഫാക്ടർ പോയി പണം കൊടുക്കുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെയാണ്. പക്ഷേ ഈ കേസിൽ ഫാക്ടർ ഉടനെ പണം കൊടുക്കില്ല. നിങ്ങൾ ഗുഡ്സ് കയറ്റി വിട്ടു, ബിൽസ് റെഡിയായി, ബിൽസ് ഫാക്ടറിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഫാക്ടർ പക്ഷേ ഉടനെ പണം കൊടുക്കുന്നില്ല. ഫാക്ടർ എന്ത് ചെയ്യുന്നു? ഫാക്ടർ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതായത് ഫാക്ടർ പിന്നെ
സബ്മിറ്റ് ചെയ്യുന്ന ബിൽസ് ഫോളോ അപ്പ് ചെയ്യുന്നു, മച്യൂരിറ്റി പീരീഡ് വരെ വെയിറ്റ് ചെയ്യുന്നു. ആ ബിൽസിന് ഒരു ക്രെഡിറ്റ് പീരീഡ് ഉണ്ടായിരിക്കും. ഒരു 30 ദിവസം ക്രെഡിറ്റ് പീരീഡ് ഉണ്ടെന്ന് വെക്കുക. 30 ദിവസം ക്രെഡിറ്റ് പീരീഡ് ഉണ്ടെങ്കിൽ ഫാക്ടർ എന്ത് ചെയ്യുന്നു? ഫാക്ടർ 30 ദിവസം ആകുമ്പോൾ, ഫാക്ടർ ഒരു സർട്ടൺ ഡേയ്സ്, ഒരു 30 ദിവസം ആകുമ്പോൾ ഫാക്ടർ എന്ത് ചെയ്യുന്നു? ഫാക്ടർ 30 ദിവസം ആകുമ്പോൾ ബില്ലിന്റെ എമൗണ്ട് ഫാക്ടർ ക്ലയന്റിന് കൊടുക്കുന്നു. ഉടനെ കൊടുക്കുന്നില്ല, ഒരു പർട്ടിക്കുലർ പീരീഡ്, ഒരു മച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞിട്ടാണ് ഫാക്ടർ പേയ്മെന്റ് ക്ലയന്റിന് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ക്ലയന്റിന് പണം ഉടനെ കിട്ടുന്നില്ലെങ്കിലും ക്ലയന്റിന് ഒരു ഏകദേശ ഐഡിയ ഉണ്ട് മച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ എപ്പോഴൊക്കെ പണം കിട്ടും എന്നൊരു ഏകദേശ ഐഡിയ ക്ലയന്റിനുണ്ട്. അപ്പൊ ക്ലയന്റിന് അതനുസരിച്ച് ക്ലയന്റിന്റെ ബിസിനസ്സും ക്ലയന്റിന്റെ ഫണ്ട് ഫ്ലോയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടാനുള്ള പണം മുഴുവൻ ഫാക്ടറുടെ പേരിലേക്ക് ക്ലയന്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കിട്ടാനുള്ള പൈസ മുഴുവൻ ഫാക്ടറുടെ പേരിലേക്ക് ക്ലയന്റ് ഏതൊരു ഫാക്ടറിങ്ങിലെയും പോലെ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ കാര്യങ്ങൾ അതുവരെയും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. വ്യത്യാസം എവിടെയാണെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് കൊടുക്കുന്നില്ല. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു മച്യൂരിറ്റി പീരീഡ് ഫിക്സ് ചെയ്തിട്ട് ആ മച്യൂരിറ്റി പീരീഡിന് ശേഷമാണ് ഫാക്ടർ പേയ്മെന്റ് ക്ലയന്റിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മച്യൂരിറ്റി ഫാക്ടറിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മച്യൂരിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെറ്റർ മേക്സ് ഈ മച്യൂരിറ്റി പീരീഡിൽ അല്ലാതെ ചിലപ്പോൾ ചില സമയത്ത് മച്യൂരിറ്റി പീരീഡ് അല്ലാതെ ചില കണ്ടീഷൻസിൽ ഫാക്ടർ പേയ്മെന്റ് കൊടുക്കും. ഇപ്പൊ നമ്മൾ മച്യൂരിറ്റി പീരീഡ് 20 ദിവസം വെച്ചു എന്ന് വിചാരിക്കുക. 20 ദിവസം കഴിയുമ്പോൾ ഫാക്ടർ ക്ലയന്റിന് കൊടുക്കുന്നുണ്ട്. ഇനി ചില കേസിൽ മച്യൂരിറ്റി പീരീഡ് എത്തണ്ട, അതിന് മുൻപേ തന്നെ 10ാമത്തെ ദിവസം ക്ലയന്റ് പൈസ കൊടുത്തു, ക്ലയന്റ് പേയ്മെന്റ് കൊടുക്കുന്നു, ക്ലയന്റ് പേയ്മെന്റ് കൊടുക്കുകയാണ്, ഫാക്ടറിന് പേയ്മെന്റ് കൊടുക്കുകയാണ്. ക്ലയന്റ് അല്ല, സോറി, ബയർ ഫാക്ടറിന് പേയ്മെന്റ് കൊടുക്കുകയാണ്. 20 ദിവസമാണ് മച്യൂരിറ്റി പീരീഡ്. 20 ദിവസം കഴിയുമ്പോഴേ ഫാക്ടർ ക്ലയന്റിന് പേയ്മെന്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. സംഭവിക്കുന്നത് എന്താണ്? 10ാമത്തെ ദിവസം തന്നെ നല്ല ചില ബയേഴ്സ് എന്ത് ചെയ്യും? 10ാമത്തെ ദിവസം തന്നെ ഫാക്ടറിന് പേയ്മെന്റ് കൊടുത്തു. അങ്ങനെ വരുമ്പോൾ ഫാക്ടർ എന്ത് ചെയ്യുന്നു? ആ കിട്ടുമ്പോൾ ആ പേയ്മെന്റിൽ കൊടുക്കേണ്ട ഭാഗം നമ്മൾ ക്ലയന്റിന് കൊടുക്കുന്നു. അപ്പൊ നേരത്തെ കിട്ടുന്ന കേസിലാണ്. അപ്പൊ മച്യൂരിറ്റി പീരീഡിന് റിലവൻസ് ഇല്ല. നേരത്തെ കിട്ടി, അപ്പൊ പിന്നെ മച്യൂരിറ്റി പീരീഡിന്റെ റിലവൻസ് ഇല്ലല്ലോ. 20 ദിവസം മച്യൂരിറ്റി പീരീഡ് ഉള്ളപ്പോൾ 10ാമത്തെ ദിവസം പേയ്മെന്റ് കിട്ടിയാൽ 10ാമത്തെ ദിവസം തന്നെ പേയ്മെന്റ് കൊടുക്കാം. അല്ല, 20 ദിവസമാണ് മച്യൂരിറ്റി പീരീഡ് എങ്കിൽ 20ാമത്തെ ദിവസമാണ് പേയ്മെന്റ് കിട്ടുന്നതെങ്കിൽ 20ാമത്തെ ദിവസം പേയ്മെന്റ് ഫാക്ടർ ക്ലയന്റിന് കൊടുക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഒരു കാരണവശാലും കൊടുക്കുന്നില്ല. ഒരു കാരണവശാലും ഇമ്മീഡിയറ്റ് പേയ്മെന്റ് കൊടുത്ത് ഈ ബിൽസ് വാങ്ങിക്കുന്നില്ല. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് കൊടുക്കുന്നില്ല. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് കൊടുക്കാതെ ഒന്നുകിൽ മച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ പേയ്മെന്റ് കൊടുക്കുന്നു, അതല്ലെങ്കിൽ മച്യൂരിറ്റി പീരീഡിന് മുൻപ് പേയ്മെന്റ് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്നു. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ക്ലയന്റ് ഇൻസോൾവെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടാം, ക്ലയന്റിന് ബാങ്ക്രപ്റ്റായി, ക്ലയന്റ് പാപ്പരായി, ക്ലയന്റിന് ഇനി പേയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല, ക്ലയന്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി, ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്ന കേസിൽ അപ്പോൾ ഫാക്ടർ ഈ പേയ്മെന്റ് കൊടുക്കും. ഡ്യൂ ആയ എമൗണ്ട് ഫാക്ടർ കൊടുക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നോൺ പേയ്മെന്റ് എന്ന് പറയുന്ന സംഭവത്തിനെതിരായിട്ട് ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കണം. ആര്? ഇൻഷുറൻസ് സെല്ലർ എടുത്തിരിക്കണം. നോൺ പേയ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും. അപ്പൊ ക്ലയന്റിന്റെ കേസിൽ എങ്ങനെയെങ്കിലും നോൺ പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ, ക്ലയന്റ് ഇൻസോൾവെന്റ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിന് വലിയ ദോഷം സംഭവിക്കുന്നില്ല. കാരണം ഈ നോൺ പേയ്മെന്റ് കേസ് ഇൻഷുർഡ് ആണ്. ഫാക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളൂ, ഫാക്ടറിന് കുഴപ്പമില്ല, സെല്ലറിനും കുഴപ്പമില്ല. വേറെ ഇൻസോൾവെന്റ് ആയി, പണം കിട്ടാനുണ്ട്, പണം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഫാക്ടർ എടുത്ത കയ്യിൽ നിന്ന് ആ പണം എടുത്ത് കൊടുക്കുന്നു. എന്തുകൊണ്ട്? നോൺ പേയ്മെന്റ് ഇൻഷുർഡ് ആണ്. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഫാക്ടറിന് പണം കിട്ടും. ഫാക്ടറിന് ബുദ്ധിമുട്ട് വരുന്നില്ല, ക്ലയന്റിന് ബുദ്ധിമുട്ട് വരുന്നില്ല. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ആ ഇൻഷുറൻസ് പേയ്മെന്റ് ലഭിക്കുന്നതുകൊണ്ട് ഫാക്ടറിന്റെ പ്രശ്നങ്ങൾ തീരും. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന മച്യൂരിറ്റി ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മച്യൂരിറ്റി ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. മച്യൂരിറ്റി ഫാക്ടറിംഗ് നമ്മൾ മനസ്സിലാക്കുക, മറ്റ് ഫാക്ടറിംഗ് പോലെ ഇമ്മീഡിയറ്റ് ഫിനാൻസ് കൊടുക്കുന്നില്ല. ബാക്കി സർവീസസ് കൊടുക്കും, കളക്ഷൻ വേണ്ടി ഫോളോ അപ്പ് ചെയ്യും, സെയിൽസ് ലെഡ്ജർ മാനേജ് ചെയ്യും, അക്കൗണ്ട്സ് റിസീവബിൾസ് മാനേജ് ചെയ്യും, ഇത്തരം കാര്യങ്ങളെല്ലാം ഫാക്ടർ ചെയ്യുന്നുണ്ട്. ഫിനാൻസിങ്, ഫണ്ട് പേയ്മെന്റ് മാത്രം ഉടനെ കൊടുക്കില്ല. ഫണ്ട് പേയ്മെന്റ് എപ്പോൾ കൊടുക്കും? മച്യൂരിറ്റി പീരീഡ് വരെ വെയിറ്റ് ചെയ്യും. മച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ആ ഫണ്ട് എടുത്ത് കൊടുക്കുന്നു, ഒരു പർട്ടിക്കുലർ ടൈം കഴിയും. അപ്പൊ ആ മച്യൂരിറ്റി പീരീഡ് അനുസരിച്ച് ക്ലയന്റിന്റെ ഫണ്ട് ഫ്ലോ ബിസിനസ് എല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് ഇതിനെ മച്യൂരിറ്റി പീരീഡിന് ശേഷം കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ മച്യൂരിറ്റി ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനെ ഫുൾ സർവീസ് ഫാക്ടറിംഗ്, നമ്മൾ ഫുൾ സർവീസ് മനസ്സിലാക്കിയിരുന്നു അല്ലെ? ഫുൾ സർവീസ് എന്ന് പറയുന്നത് വിത്തൗട്ട് റിക്കോഴ്സ് ഫാക്ടറിംഗ് ആണ് ഫുൾ സർവീസ്. ഫുൾ സർവീസ് ഫാക്ടറിംഗ് മൈനസ് ഫിനാൻസിങ്. ഫുൾ സർവീസ് ഫാക്ടറിംഗിൽ അപ്പൊ തന്നെ പണം കൊടുക്കുന്നുണ്ട്, പിന്നീട് പരാതി പറഞ്ഞ് ചെല്ലാനും സാധിക്കുന്നില്ല, കാരണം വിത്തൗട്ട് റിക്കോഴ്സ് ആണ്. ഇത് ഫുൾ സർവീസ് ഫാക്ടറിംഗ് തന്നെ, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ,
മൈനസ് ഫിനാൻസിങ്. പണം ഉടനെ കൊടുക്കുന്നില്ല. പണം മെച്യൂരിറ്റി പീരീഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ പണം കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഫുൾ സർവീസ് മൈനസ് ഫാക്ടറിങ് അല്ലെങ്കിൽ മെച്യൂരിറ്റി ഫാക്ടറിങ് എന്ന് പറയുന്നത്. മെച്യൂരിറ്റി ഫാക്ടറിങ്ങിൽ 3 സിറ്റുവേഷൻസിലാണ് പണം കൊടുക്കുക, 3 ടൈപ്സിലാണ് പണം കൊടുക്കുക. ഒന്നാമത്തേത് ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ പണം കൊടുക്കും. രണ്ടാമത്തേത് ക്ലയന്റ് അല്ല, ബയർ നേരത്തെ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ മെച്യൂരിറ്റി പീരീഡ് ആവാൻ വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുന്നേ തന്നെ ഫാക്ടർ പണം കൊടുത്തോളൂ. എന്തായാലും മറ്റേയാളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴേ കൊടുക്കുള്ളൂ. മൂന്നാമത്തേത് ക്ലയന്റ് ഇൻസോൾവെന്റ് ആയി, ബാങ്ക്രപ്റ്റ് ആയി, ക്ലയന്റ് ഡിഫോൾട്ടർ ആയി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടർ പണം കൊടുക്കും, പ്രൊവൈഡഡ് നോൺ പേയ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ബിസിനസ് ഡീൽ ഇൻഷുർഡ് ആണെങ്കിൽ. അപ്പൊ ഇതാണ് മെച്യൂരിറ്റി ഫാക്ടറിങ് എന്ന് പറയുന്നത്. അടുത്തത് ബൾക്ക് ഫാക്ടറിങ്. ബൾക്ക് ഫാക്ടറിങ്ങിന് മറ്റ് 2 പേരുകൾ കൂടിയുണ്ട്, ഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് ഫാക്ടറിങ്. അപ്പൊ എന്താണ് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നത്, എന്താണ് ഇവിടെ നോട്ടിഫൈ ചെയ്യപ്പെടുന്നത്, എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്, എന്താണ് നോട്ടിഫൈ ചെയ്യപ്പെടുന്നത്? ഇവിടെ നോട്ടിഫൈ ചെയ്യപ്പെടുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഫാക്ടർ ബയറിന്റെ അടുത്ത്, സെല്ലറുടെ അടുത്തല്ല, ബയറുടെ അടുത്ത് പറയും, ഈ ബിസിനസ് ഡീല് ഫാക്ടറിങ്ങിന് കീഴിലുള്ളതാണ്, നിങ്ങൾ പേയ്മെന്റ് തരേണ്ടത് എനിക്കാണ്, നിങ്ങൾ പേയ്മെന്റ് കൊടുക്കേണ്ടത് ബയർക്കല്ല. ഒരു ഒഫീഷ്യൽ നോട്ടീസ് ഫാക്ടർ ബയർക്ക് കൊടുക്കുന്നു. നിങ്ങൾ കൊടുക്കാനുള്ള പണം മുഴുവൻ വാങ്ങിക്കാനുള്ള അവകാശം എനിക്ക് അസൈൻ ചെയ്യപ്പെട്ട് തന്നിരിക്കുന്നു, ഡിസ്ക്ലോസ്ഡ് ആണ്. ഈ കാര്യം ഫാക്ടർ ബയറുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യും. നിങ്ങളുടെ കൊടുക്കാനുള്ള പണം മുഴുവൻ വാങ്ങിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഗുഡ്സ് വിറ്റ കമ്പനി എനിക്ക് തന്നിരിക്കുന്നു, ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യും. ഡിസ്ക്ലോസ് ചെയ്ത് മറ്റ് ബയർ അത് അംഗീകരിക്കുമ്പോഴാണ് ഫാക്ടർ ഫിനാൻസ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബിസിനസ് ഇൻഫർമേഷന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ചില കമ്പനികൾക്ക് ഈ ഫാക്ടറിങ് ചെയ്ത ഒരു ബിസിനസ് ഡീലാണ് എന്ന് മനസ്സിലാകുമ്പോൾ ചില കേസുകളിൽ ബയർ വളരെ ഹ്യൂജ് ബയർ ആയിരിക്കും. ഇപ്പോൾ വാൾമാർട്ട് പോലെയൊക്കെയുള്ള ബിഗ് ബയേഴ്സ് ആയിരിക്കും. ഇന്ത്യയിലുള്ള ചിലപ്പോൾ ചെറിയ കമ്പനികളായിരിക്കാം ഇവർക്ക് ഗുഡ്സ് അയക്കുന്നത്. അപ്പോൾ വാൾമാർട്ട് പോലെയുള്ള കമ്പനിയുടെ അടുത്ത് ഈ വിവരം ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് സെല്ലറുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റിയെ കുറിച്ചൊരു ഏകദേശ രൂപം കിട്ടും. നമ്മൾ എന്തിനാണ് ഫാക്ടർ ചെയ്യുന്നത്? നമ്മൾ ഫാക്ടറിങ് നമുക്ക് ഉടനെ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 1 മാസം 2 മാസം ക്രെഡിറ്റ് പീരീഡിനൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ബിസിനസ് ചെറുതാണ്. നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ധാരണ ബയർക്ക് കിട്ടുന്നു. എന്തുകൊണ്ട് കിട്ടുന്നു? ഇവിടെ ഡിസ്ക്ലോഷർ നടക്കുകയാണ്. ഫാക്ടറിന് കീഴിലാണ് ഈ ബിസിനസ് ഡീൽ നടക്കുന്നത് എന്ന് ഫാക്ടർ ഡിസ്ക്ലോസ് ചെയ്യുന്നു ബയർക്ക്. ചില ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഡീൽ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ഫാക്ടർക്ക് കൊടുക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സെല്ലർക്ക് തന്നെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഫാക്ടർക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഡീലിന് താല്പര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഫാക്ടർ കോഷ്യസ് ആയിരിക്കും. ഫാക്ടർ എന്ത് ചെയ്യും? ഫാക്ടർ ഫിനാൻസ് കൊടുക്കുമെങ്കിൽ അത് ബയർക്ക് ഡിസ്ക്ലോസ് ചെയ്തതിന് ശേഷം, ബയർ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ഫാക്ടർ ഫിനാൻസ് ചെയ്യുള്ളൂ. ഇതുകൊണ്ടാണ് ഇതിനെ ഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്, എന്താണ് നോട്ടിഫൈ ചെയ്യുന്നത്? ദാറ്റ് ദ ഫാക്ട് ദാറ്റ് the seller of goods has entered into a factoring agreement with me. ഇതാണ് ഫാക്ടർ അവിടെ ചെന്ന് പറയുന്നത്. The seller of goods has entered into a factoring agreement with me and he has assigned all debts regarding this business transaction. He has assigned collection of all debts in this business transaction to me. I am notifying this, being the buyer, to you. ബയറായ നിങ്ങൾക്ക് ഞാൻ ഈ വിവരം ഡിസ്ക്ലോസ് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക. എന്താണ് വിവരം? ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം വാങ്ങാനുള്ള അവകാശം സെല്ലർ എനിക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്നു. നിങ്ങളുടെ ബയറായ നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കടം വാങ്ങിക്കാനുള്ള അവകാശം ബയർ എനിക്ക് തന്നിരിക്കുന്നു. ഇത് ഡിസ്ക്ലോസ് ചെയ്ത് നിങ്ങളിത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഫാക്ടറിന് കീഴിലുള്ള പണം അയാൾക്ക് കൊടുക്കുകയുള്ളൂ. ഇതിനാണ് നമ്മൾ ബൾക്ക് ഫാക്ടറിങ് അല്ലെങ്കിൽ ഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് എസ്പെഷ്യലി ഹ്യൂജ് എമൗണ്ട്സ് ഡ്യൂ ആയ കേസുകളിലാണ്, വലിയ എമൗണ്ട്സ് ഡ്യൂ ആയ കേസുകളിലാണ് ഇത് സംഭവിക്കുന്നത്. വലിയ ട്രാൻസാക്ഷനുകളിലാണ് ഇത് നടക്കുന്നത്. കാരണം ഫാക്ടറിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഫാക്ടർ ചെയ്യുന്നത്. വലിയ എമൗണ്ടിന് ഫാക്ടറിങ് നടക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ
ഇത് ഡിഫോൾട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പോവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഫാക്ടർ ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്ത് ബയറുടെ അംഗീകാരം, ബയറുടെ ബൈയിൽ വാങ്ങിച്ചതിന് ശേഷം മാത്രം ആ ഫണ്ട് സെല്ലർക്ക് അഡ്വാൻസ് ചെയ്യുന്നു. ഇതാണ് ബൾക്ക് ഫാക്ടറിങ്, ഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. അടുത്തത് ഏജൻസി ഫാക്ടറിങ്. ഏജൻസി ഫാക്ടറിങ്ങിന്റെ ജോലികൾ നമുക്കറിയാം. ഫാക്ടറിങ്ങിന്റെ ജോലി പിന്നെ ഫിനാൻസിങ് നടത്തുക, ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അക്കൗണ്ട്സ് റിസീവബിൾ കളക്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ ഫാക്ടറിയിൽ പറയുന്നത്. ഇവിടെ ഏജൻസി ഫാക്ടറിങ്ങിൽ ഫാക്ടറിയുടെ ജോലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ക്ലയന്റ് ഒരു ഭാഗം, ഫാക്ടറി ഒരു ഭാഗം. ഫാക്ടറിയുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഫാക്ടറിയുടെ ജോലി പണം കൊടുക്കുക, ഫിനാൻസ് ചെയ്യുക, അതുപോലെ ക്രെഡിറ്റ് റിസ്ക് എടുക്കുക. അതായത് പണം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിസ്കുകൾ എടുക്കുക. ഇതാണ് ഫാക്ടറിയുടെ ആകെയുള്ള ജോലി. പണം കൊടുക്കുക, പണം കിട്ടാതെ വന്നു എന്നുള്ള അവസ്ഥ ബെയർ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ. അല്ലാതെ കളക്ഷന് വേണ്ടി പുറകെ നടക്കുക, സെയിൽസ് ലെഡ്ജർ മാനേജ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഫാക്ടറിന് താല്പര്യമില്ല. ഫാക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഫാക്ടറി എന്ത് ചെയ്യുന്നു? അഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ സെല്ലർക്ക് പണം കൊടുക്കും. ബയറുടെ കയ്യിൽ നിന്ന് പണം കിട്ടുവോളം ഫാക്ടർ വെയിറ്റ് ചെയ്യും. കിട്ടിയില്ലെങ്കിൽ ഫാക്ടർ അത് അനുഭവിക്കും. ഇത്രയും കാര്യങ്ങൾ ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് ലെഡ്ജർ മാനേജ് ചെയ്യുക, കളക്ഷന് വേണ്ടി ബയറുടെ പുറകെ നടക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല. ഇതിനാണ് നമ്മൾ ഏജൻസി ഫാക്ടറിങ് എന്ന് പറയുന്നത്. അതായത് സാധാരണ ഫാക്ടറിങ്ങിന്റെ ജോലികൾ രണ്ടായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ഏജൻസി ഫാക്ടറിങ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻവോയ്സ് ഫാക്ടറിങ്. ഇൻവോയ്സ് ഫാക്ടറിങ് എന്ന് പറയുമ്പോൾ ക്ലയന്റ് എന്ത് ചെയ്യുന്നു? ഇപ്പോഴത്തെ കറന്റ്ലി അൺപെയ്ഡ് ആയിട്ടുള്ള ബുക്ക് ഡെറ്റ്സ് ഒന്നും ഫാക്ടർ നോക്കില്ല. ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ബിൽസ്, കിട്ടാനുള്ള ബിൽസിന്റെ എമൗണ്ട് ഫാക്ടർ അവർക്ക് കൊടുക്കും. ബുക്കിൽ കിടക്കുന്ന പഴയകാല ഡെറ്റ്സ് ഒന്നും വാങ്ങിക്കുന്ന പ്രശ്നമില്ല. ഇപ്പോഴത്തെ പ്രസന്റ് അൺപെയ്ഡ് ബിൽസ്, ഒരു പർട്ടിക്കുലർ കൺസൈൻമെന്റ് ആയി ബന്ധപ്പെട്ടുള്ള പ്രസന്റ്ലി അൺപെയ്ഡ് ആയിട്ടുള്ള ബിൽസ് ക്ലയന്റിന് ഫാക്ടർ എടുത്തു കൊടുക്കും. ഫാക്ടർ ബാക്കി സർവീസ് ഒന്നും ചെയ്യില്ല. ഫാക്ടർ സംബന്ധിച്ചത് ബാക്കി കളക്ഷൻ, ബുക്ക് ലെഡ്ജർ മാനേജ്മെന്റ്, റണ്ണിങ് ബിസിനസ്, ഇതൊന്നും ഫാക്ടറിന് താല്പര്യമില്ല. ഇവിടെ ഈ കാര്യങ്ങളൊന്നും ഫാക്ടർ ചെയ്യില്ല. ഫാക്ടർ ആകെ ചെയ്യുന്നത് ഇപ്പോൾ കാണുന്ന ബിൽസിന്റെ, ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന്റെ ബിൽസിന്റെ എമൗണ്ട് ഫാക്ടർ കൊടുക്കും. മറ്റ് സർവീസസ് ഫാക്ടർ ചെയ്യില്ല. ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, ഫണ്ട് റോളിങ്ങിന് ഫണ്ട് ഉടനെ കിട്ടും. 2 മാസം കഴിഞ്ഞ് കിട്ടുന്ന പേയ്മെന്റ് ഇപ്പൊ തന്നെ കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ റിസീവബിൾസ് കറന്റ് ഫണ്ട്സ് ആർ പ്രൊവൈഡഡ്. 2 മാസം കഴിഞ്ഞ് കിട്ടാനുള്ള തുകയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഫാക്ടർ പൈസ കൊടുക്കും. സാധാരണഗതിയിൽ ഇത്തരം ഒരു പർട്ടിക്കുലർ കൺസൈൻമെന്റിന് വേണ്ടി മാത്രമല്ല, ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന് വേണ്ടി മാത്രമായിട്ടുള്ള ഇത്തരം ഫാക്ടറിങ് സാധാരണഗതിയിൽ പുതിയ ബിസിനസ്സുകൾക്ക് ഒരുപാട് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. കാരണം പുതിയ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾ, ഒരുപാട് വലിയ ബിസിനസ്സുകളല്ല, ചെറുകിട ബിസിനസ്സുകൾക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം, ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന്, ഒരു പർട്ടിക്കുലർ കൺസൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറി. ഇനി അതുമല്ലെങ്കിൽ ചില ബിസിനസ്സുകൾക്ക് മോശം ഹിസ്റ്ററി ഉണ്ടാവും, ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവും. അപ്പൊ പഴയ ബില്ലിന്റെ കഥയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരും ബാങ്കുകളൊന്നും പണം കൊടുക്കില്ല. അത്തരം ബിസിനസ്സുകൾക്ക്, പുതിയ ബിസിനസ്സുകൾക്കും ബാങ്കുകൾ പണം കൊടുക്കില്ല. വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ട്സ് ഒന്നും പോയി ചോദിച്ചാൽ പുതിയ ബിസിനസ്സുകൾക്ക് ബാങ്കുകൾ പണം കൊടുക്കില്ല. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് അല്ല, പുതിയ ബിസിനസ് അല്ലേ. അതുപോലെ പേയ്മെന്റ് പ്രോബ്ലംസ് ഉണ്ടായിരുന്ന പഴയ ക്ലയൻസിന്, പണം ലോൺ എടുത്തിട്ട് പണം തിരിച്ചു കൊടുത്തിട്ടില്ല, ഇങ്ങനത്തെ ക്ലയൻസിനൊന്നും ബാങ്കുകളുടെ ഇത് ലോൺ കിട്ടില്ല. അപ്പൊ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് കഷ്ടത്തിലാവും. അവർക്ക് ബിസിനസ്സിന് റോളിങ്ങിന് പൈസ കിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന ബിസിനസ്സുകൾ, ന്യൂ ബിസിനസ്, സ്മോൾ ബിസിനസ്, അതുപോലെ ബിസിനസ്സസ് വിത്ത് പൂർ ക്രെഡിറ്റ് ഹിസ്റ്ററി, പഴയ ചില പണം കടം വാങ്ങിയിട്ട് കൊടുക്കാത്ത ചില ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്കൊന്നും ബാങ്കുകളിൽ നിന്ന് സാധാരണ കൺവെൻഷണൽ ഫണ്ട്സ് ഒന്നും കിട്ടില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു കൺസൈൻമെന്റ് കയറ്റിലേക്ക് ആ കൺസൈൻമെന്റിന്റെ എമൗണ്ട് ഒരു ഫാക്ടറിയുടെ അടുത്ത് കൊണ്ടു ചെല്ലും, ഒരു ഇൻവോയ്സ് ആയിട്ട് ചെല്ലും. ഫാക്ടർ ആ ഇൻവോയ്സിന്റെ പണം കൊടുക്കും. ഫാക്ടർ ബാക്കി കളക്ഷൻ കാര്യങ്ങൾക്കൊന്നും മുതിരില്ല. ആ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ഫാക്ടറിന് പണം കിട്ടണം. ഇത്രയേ ഉള്ളൂ ഫാക്ടറിന്റെ പ്രശ്നം. ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗുണം? വേറെ എവിടെ നിന്നും അടുത്ത ബാച്ച് പ്രൊഡക്ഷൻ പണം കിട്ടാതെ വരുമ്പോൾ ഫാക്ടറിയുടെ കയ്യിൽ നിന്ന് ഈ കൺസൈൻമെന്റിന്റെ പണം 2 മാസത്തിന് ശേഷം കിട്ടുന്നതിന് മുൻപ് ആ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ പണം കിട്ടിയിരിക്കുന്നു. ഇതാണ് ഇൻവോയ്സ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറിങ് ആണ് ഇൻവോയ്സ് ഫാക്ടറിങ്.
അടുത്തത് ഇന്റർനാഷണൽ ഫാക്ടറിംഗ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടറിംഗ് ആണ്. പലപ്പോഴും പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റംസ് ആയിരിക്കും. ചില രാജ്യങ്ങളിൽ മിനിമം ക്രെഡിറ്റ് പീരീഡ് ഏത് ബിസിനസ്സിനും 6 മാസമായിരിക്കും. ചില രാജ്യങ്ങളിൽ ക്രെഡിറ്റ് പീരീഡ് തന്നെ വളരെ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അപ്രൂവൽസിന് ശേഷം മാത്രമേ ക്രെഡിറ്റ് തീരുമാനമാകുന്നുള്ളൂ. പേയ്മെന്റ് അവര് വാക്കാലായിരിക്കും. ചില രാജ്യങ്ങളിൽ പേപ്പർ വർക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കില്ല. പേപ്പർ വർക്കിൽ വരി പറഞ്ഞ് വിശ്വസിച്ചുള്ള വാക്കുകളുടെ പുറത്തൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ബിസിനസ്സുകൾ കൂട്ടുന്നു, തുറക്കുന്നു, അടയ്ക്കുന്നു, പോകുന്നു, വരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഡീലിംഗിൽ നിയമങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. കറൻസി വാല്യൂ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെ? ചില രാജ്യങ്ങളുടെ സാമ്പത്തിക അസ്ഥിരത കാരണം കറൻസിയുടെ വാല്യൂ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ബിസിനസ് കസ്റ്റംസ്, ലാംഗ്വേജിലുള്ള വ്യത്യാസം. അവർ 6 മാസം ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞിരുന്നു, നമ്മൾ കേട്ടത് 6 ദിവസം എന്നായിരിക്കും. ഭാഷയിലുള്ള വ്യത്യാസം കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പല വ്യത്യാസങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ബിസിനസ്സിൽ പേയ്മെന്റിൽ താമസങ്ങൾ നേരിട്ടേക്കാം. അപ്പൊ അത്തരം താമസം ഒഴിവാക്കി നമുക്ക് പേയ്മെന്റ് കിട്ടാൻ വേണ്ടി ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഫാക്ടറിംഗ്, ഇന്റർനാഷണൽ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടറിംഗ് ആണ് ഇന്റർനാഷണൽ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണലി കയറ്റി അയച്ച കൺസൈൻമെന്റിന്റെ പൈസ ഉടനെ തന്നെ കിട്ടുന്നു. അതിനുള്ള ടൈം ഡിലേ ഇല്ല, അതിലുള്ള റിസ്കുകളില്ല. മേൽ പറഞ്ഞ ഫാക്ടേഴ്സ് മൂലമുള്ള റിസ്കുകളും അതിലില്ല. ഇതിനാണ് ഇന്റർനാഷണൽ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഫിനാൻഷ്യൽ ഫാക്ടറിംഗ്. സാധാരണ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫാക്ടറിംഗ് ആണ് അടുത്ത പോയിന്റ്. ഫിനാൻഷ്യൽ ഫാക്ടറിംഗ് സാധാരണ കൺവെൻഷണൽ ഫാക്ടറിംഗ് ആണ്. നിങ്ങളെ കുറിച്ച് കയറ്റി അയക്കുന്നു, ബിൽസ് ഇൻവോയ്സ് എനിക്ക് തരുന്നു, ഞാൻ അതിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് തരുന്നു. ക്ലയന്റായ നിങ്ങൾ മച്യൂരിറ്റി ഡേറ്റ് വരെ പേയ്മെന്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ മച്യൂരിറ്റി പീരീഡിന് മുൻപേ തന്നെ ഞാൻ പണം തരും. അതിന് എനിക്കൊരു സർട്ടൻ പെർസെൻറ്റേജ് ഞാൻ റിസീവേഴ്സിന്റെ ഫേസ് വാല്യൂവിൽ നിന്ന് മാറ്റുന്നു. റിസീവേഴ്സിന്റെ ഫേസ് വാല്യൂവിൽ നിന്ന് ഞാൻ മാറ്റുന്നു. ഞാൻ ആകെ ചെയ്യുന്നത് ഒരു 10% ഞാൻ എടുക്കുന്നു. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസം കഴിഞ്ഞ് കിട്ടുന്ന പേയ്മെന്റ് ആണ്, ഞാനത് ഇപ്പൊ തരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനൊരു 10% കമ്മീഷൻ ഞാൻ ഇടാം. ഈ 10% മാറാം നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്ന ഡേറ്റിന്റെ ദൈർഘ്യം അനുസരിച്ച്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് പേയ്മെന്റ് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫാക്ടറിംഗ് ചാർജ് കൂടും. അല്ല 10 ദിവസത്തിനകം പേയ്മെന്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഫാക്ടറിംഗ് ചാർജ് അതിനനുസരിച്ച് പറയും. അപ്പൊ ഫാക്ടറിംഗ് ചാർജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീരിയഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് മണി. ഫാക്ടർ എന്നാണ് പണം കൊടുക്കുന്നത് ആ ഡേറ്റും മച്യൂരിറ്റി ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ് അനുസരിച്ച് ഫാക്ടറിംഗ് ചാർജ് വ്യത്യാസം വരും. ഞാൻ നേരത്തെ പറഞ്ഞാല് 6 മാസം കഴിഞ്ഞ് പേയ്മെന്റ് കിട്ടുമ്പോൾ ഫാക്ടറിംഗ് ചാർജ് കൂടും. 6 ദിവസം കഴിഞ്ഞ് പേയ്മെന്റ് കിട്ടുകയാണെങ്കിൽ, 6 ആഴ്ച കഴിഞ്ഞ് പേയ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഫാക്ടറിംഗ് ചാർജ് അതനുസരിച്ച് പറയും. ഇതാണ് സാധാരണ ഫിനാൻഷ്യൽ ഫാക്ടറിംഗ്. ഇവിടെ ഫിനാൻസിങ് മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഉടനെ തന്നെ പേയ്മെന്റ് കൊടുക്കും. അപ്പൊ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ഫാക്ടറിംഗ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ ടോപ്പിക്കാണ്. 8 ടൈപ്സ് ഓഫ് ഫാക്ടറിംഗ് ഉണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, എസ്പെഷ്യലി മെച്ചൂരിറ്റി ഫാക്ടറിംഗ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി സമ്മറൈസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ആദ്യത്തേത് വിത്തൗട്ട് റീകോഴ്സ്, പരിഹാരമില്ല. ബാഡ് ഡെറ്റ്സ് വന്നു കഴിഞ്ഞാൽ പരിഹാരമില്ല. ഫുൾ സർവീസ് ഫാക്ടറിംഗ് എന്നും ട്രഡീഷണൽ ഫാക്ടറിംഗ് എന്നും ഇത് അറിയപ്പെടുന്നു. രണ്ടാമത്തേത് വിത്ത് റീകോഴ്സ് ഫാക്ടറിംഗ്. പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ റെസൊല്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് ക്ലയന്റിന്റെ അടുത്ത്, അതായത് സെല്ലറിന്റെ അടുത്ത് പോകാം. ബയറിന്റെ അടുത്ത് പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ദ ഫാക്ടറി ക്യാൻ അപ്രോച്ച് ദ സെല്ലർ. അടുത്തത് മെച്ചൂരിറ്റി ഫാക്ടറിംഗ്. ഉടനെ പേയ്മെന്റ് കൊടുക്കുന്നില്ല. മറ്റ് ഫാക്ടറി, സാധാരണ ഫാക്ടറിംഗ് പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുന്നില്ല. മെച്ചൂരിറ്റി പീരീഡിൽ പേയ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ കൊടുക്കുന്നു. അപ്പൊ അതിനുവേണ്ടി കളക്ഷനും ഫോളോ അപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഫാക്ടർ ചെയ്തു. ചില കേസിൽ നേരത്തെ കൊടുക്കും. ക്ലയന്റ് നേരത്തെ കൊടുത്താൽ ഫാക്ടർ നേരത്തെ കൊടുക്കും. ക്ലയന്റ് ഇൻസോൾവെന്റ് ആയാലും ഫാക്ടർ കൊടുക്കും, പ്രൊവൈഡഡ് നോൺ പേയ്മെന്റ് ഈസ് ഇൻഷുർഡ്. ഇതുകൊണ്ടാണ് ഇതിനെ മെച്ചൂരിറ്റി ഫാക്ടറിംഗ്, മെച്ചൂരിറ്റി പീരീഡ് വരെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ മെച്ചൂരിറ്റി ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഫോർത്ത് ഈസ് ബൾക്ക് ഫാക്ടറിംഗ് അല്ലെങ്കിൽ ഡിസ്ക്ലോസ്ഡ് ഫാക്ടറിംഗ്, നോട്ടിഫൈഡ് ഫാക്ടറിംഗ്. വലിയ ട്രാൻസാക്ഷൻസിന് വേണ്ടി വരുന്ന ഒരു ഫാക്ടറിംഗ് ആണ് ഈ ബൾക്ക് ഫാക്ടറിംഗ് അല്ലെങ്കിൽ ഡിസ്ക്ലോസ്ഡ് ഫാക്ടറിംഗ്. ഇവിടെ ബയറുടെ അടുത്ത് ഫാക്ടർ ഡിസ്ക്ലോസ് ചെയ്യും. പേയ്മെന്റ്സ് ഫാക്ടറിംഗ് അഗ്രിമെന്റിന് കീഴിൽ വാങ്ങാനുള്ള അധികാരം എനിക്കുണ്ട്. ഈ കാര്യം ബയർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഫാക്ടറിംഗ് അഗ്രിമെന്റിന് കീഴിൽ ഫാക്ടർ സെല്ലർക്ക് പൈസ കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് ഇത് മുന്നേ ഡിസ്ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ഡിസ്ക്ലോസ്ഡ് ഫാക്ടറിംഗ്, നോട്ടിഫൈഡ് ഫാക്ടറിംഗ് എന്ന് പറയുന്നു. അടുത്തത് ഏജൻസി ഫാക്ടറിംഗ്. ഇവിടെ ഫാക്ടറിംഗിൽ ചില ജോലികൾ ഏജന്റ്, ക്ലയന്റും ഫാക്ടറും തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. ഫാക്ടർ ഫിനാൻസ് ചെയ്യുന്നു. പണം കിട്ടാനുള്ള ആ പീരീഡിലേക്ക് മുൻപേ തന്നെ ഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫാക്ടറിന്റെ ജോലി. ബാഡ് ഡെറ്റ് കളക്ഷൻ, എക്സ്പെൻസ് മാനേജ്മെന്റും എല്ലാം ഒന്നും ഫാക്ടറിന്റെ ജോലിയില്ല. അത്തരം ജോലികളെല്ലാം ക്ലയന്റിന്റെ തന്നെ ജോലി. അത്തരം ജോലികൾ ക്ലയന്റ് ചെയ്യും.
അടുത്തത് ഇൻവോയ്സ് ഫാക്ടറിങ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിന് അഗേൻസ്റ്റ് ആയിട്ട് മാത്രമുള്ള ഫാക്ടറിങ്. ന്യൂ ബിസിനസ്സുകൾ, സ്മോൾ ബിസിനസ്സുകൾ, ക്രെഡിറ്റ് പേയ്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ബിസിനസ്സുകൾ, ഇവരൊക്കെയാണ് സാധാരണ ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിന് വേണ്ടി മാത്രമായിട്ട് ഫാക്ടറിങ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലും റോളിങ്ങും അവർക്ക് ഈ ഫാക്ടറിങ്ങിലൂടെ ലഭിക്കും. ഇന്റർനാഷണൽ ഫാക്ടറിങ് ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടറിങ് ആണ്. ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ടൈം ഡിലേസും റിസ്കുകളും ഈ ഫാക്ടറിങ്ങിലൂടെ ഒഴിവാകുന്നു. ലാസ്റ്റ് ഫിനാൻഷ്യൽ ഫാക്ടറിങ്, സാധാരണ ഫാക്ടറിങ് ആണ്. പേയ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫാക്ടറി കൊടുക്കുന്ന ഷിപ്മെന്റ് നടക്കുന്ന ഉടനെ ക്ലയന്റ് മെച്ചൂരിറ്റി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫാക്ടറിങ് ചാർജസ് പേയ്മെന്റ് നടത്തുന്ന ഡേറ്റും മെച്ചൂരിറ്റി ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ ആശ്രയിച്ച് ഇരിക്കുന്നു. ഇത്രയുമാണ് ഫാക്ടറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നമ്മളുടെ ഡിസ്കഷൻ. അടുത്ത ലെസൺ ഫോർഫൈറ്റിംഗ് എന്ന് പറയുന്ന സർവീസ് ആണ്. Until we meet up to discuss that, thank you and goodbye.